Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ 13ാമത്തെ ചാപ്റ്റർ കൈനറ്റിക് തിയറിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The first question is real gases approach ideal gas behavior at dash. അതായത് എപ്പോഴാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിനോട് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഇരിക്കുന്ന സമയത്താണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിനോട് ബിഹേവിയർ കാണിക്കുന്നത്. അതായത് അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഈ കേസിൽ എന്താ സംഭവിക്കുന്നത്? ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആയിരിക്കുന്ന സമയത്ത് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? ദ വിൽ ബി ഫാർ അപ്പാർട്ട്. ഓക്കെ, അപ്പോൾ വളരെ ദൂരെ ആയിരിക്കുന്നത് കൊണ്ട് മോളിക്കുലർ ഇന്ററാക്ഷൻസ് നെഗ്ലിജിബിൾ ആയിരിക്കും. ഇനി വിത്തൗട്ട് ഇന്ററാക്ഷൻസ് ഗ്യാസ് എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് വിൽ ബിഹേവ് ലൈക്ക് എൻ ഐഡിയൽ ഗ്യാസ്. സോ ദാറ്റ് ഈസ് ദ റീസൺ why at low pressures and high temperature the real gases approach ideal gas behavior. Okay, next question is state Dalton's law of partial pressures. എന്താണ് Dalton's law of partial pressures പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസ് ഇസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആയിരിക്കും. അതായത് ടോട്ടൽ പ്രഷർ, ഒരു മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസസ് ഈസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ദിസ് ഈസ് കോൾഡ് Dalton's law of partial pressures. അപ്പോൾ ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസ്, അതായത് ഒരു മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? വിൽ ബി ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. അപ്പൊ അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് റൈറ്റ് എനി 4 postulates ഓഫ് കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു 4 പോയിന്റ് ഓർത്തിരിക്കുക. അതായത് റൈറ്റ് എനി 4 postulates of kinetic theory of an ideal gas. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഉണ്ടാവുന്ന കൈനറ്റിക് തിയറി ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. A given amount of gas is a collection of large number of molecules that are in random motion. അതായത് ഇപ്പോൾ ഒരു given amount of gas നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്യാസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടാവും, there will be a collection of large number of molecules. അതായത് ഒരുപാട് മോളിക്യൂൾസിന്റെ കളക്ഷൻ ആയിരിക്കും. ആൻഡ് ദേ വിൽ ബി ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. അതെങ്ങനെയായിരിക്കും? റാൻഡം മോഷനിലുള്ള മോളിക്യൂൾസിന്റെ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ കളക്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്ന ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അറ്റ് ഓർഡിനറി പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഓർഡിനറി പ്രഷറും ടെമ്പറേച്ചറും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ മോളിക്യൂൾ. അതായത് നമ്മൾ ഒരു ഓർഡിനറി പ്രഷറിലും ടെമ്പറേച്ചറിലും ഉള്ള ഒരു ഗ്യാസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ മോളിക്യൂൾ. ദെൻ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ. അതായത് മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും? negligible ആയിരിക്കും. and the molecules make elastic collisions with each other and also with the walls of the container. അപ്പോൾ മോളിക്യൂൾസിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന കൊളീഷൻസ് എന്തായിരിക്കും? ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ആൻഡ് ദാറ്റ് ഓൾസോ മേക്സ് ദ കൊളീഷൻ വിത്ത് കണ്ടെയ്നർ. അതായത് വാൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മോളിക്യൂൾസ് വിൽ മേക്ക് ഇലാസ്റ്റിക് കൊളീഷൻസ്. അടുത്ത കേസ് എന്താണ്? ആസ് ദ കൊളീഷൻ ആർ ഇലാസ്റ്റിക് ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ മൊമെന്റം ആർ കൺസേർവ്ഡ്. അതായത് ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ ടോട്ടൽ മൊമെന്റവും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഇനി ദ ആവറേജ് എനർജി, അതായത് the average kinetic energy of a molecule will be proportional to the absolute temperature of the gas. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്. അതിലേതെങ്കിലും ഒരു 4 പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി
The next question is derive the expression for pressure of an ideal gas. എങ്ങനെയാണ് ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ കാണാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയൽ ഗ്യാസിന്റെ ചില പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്തിരിക്കണം. കാരണം ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ, ദേ വിൽ ബി ഇൻ റാൻഡം മോഷൻ. അതായത് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദേ വിൽ ബി ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ഇനി നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിക് collision ആണ്, അതായത് the molecules make elastic collision with each other and also with the walls of the container. Elastic collisionന്റെ പ്രത്യേകത എന്തായിരുന്നു? ടോട്ടൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ മൊമെന്റവും കൺസേർവ്ഡ് ആണ്. ഈ പോയിന്റ്സ് ഒന്ന് മനസ്സിൽ വെക്കുക. അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇനി ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഉണ്ടാവുന്ന പ്രഷർ ഡിറൈവ് ചെയ്യാൻ പറ്റുക നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഗ്യാസ് കണ്ടെയ്നർ ആണ്. അതായത് ഇവിടെ ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് കണ്ടെയ്നർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് അതായത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ V ആണ് ആ ക്യൂബിന്റെ വോളിയം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എങ്ങനെ കാണാൻ പറ്റും? അതിനെ നമുക്ക് സ്മോൾ ലെറ്റർ N എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം നമുക്ക് കാണാൻ ക്യാപിറ്റൽ N/V കണ്ടാൽ മതി അല്ലെ. സ്മോൾ ലെറ്റർ N ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ N/V എന്ന് എഴുതാം. ഇനി നമ്മൾ പറഞ്ഞു അതായത് ഒരു എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനകത്തുനിന്ന് ഒരൊറ്റ മോളിക്യൂളാണ്. നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരൊറ്റ മോളിക്യൂളിന്റെ കേസാണ്. അപ്പൊ ആ മോളിക്യൂളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര കോർഡിനേറ്റ്സ് വേണ്ടിവരും നോക്കി നോക്കൂ. അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. കാരണം ഇത് 3 ഡയമെൻഷനിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺസിഡർ ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂളിനെ കുറിച്ചിട്ട് നമുക്ക് അതിന്റെ മൂവ്മെന്റ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? 3 ആക്സിസുകൾ വേണം. VX, VY, VZ എന്ന് പറയുന്ന 3 ആക്സിസസ് വേണം. അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? VXI പ്ലസ് VYJ പ്ലസ് VZK ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരൊറ്റ പാർട്ടിക്കിൾ നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അതിന്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഇനി ഫോഴ്സ് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണുന്നുണ്ടെങ്കിൽ ആദ്യം ചേഞ്ച് ഇൻ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് എത്രയാണ് ചേഞ്ച് വരുന്നത്? ഇപ്പൊ സപ്പോസ് നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിളിന്റെ മാസ് M ആണ്, അതിന്റെ വെലോസിറ്റി അതായത് ഇപ്പൊ അത് മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള മൂവ്മെന്റ് ആണ്, കാരണം ഒരൊറ്റ പാർട്ടിക്കിളിനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പൊ അതെന്ത് ചെയ്യും? എക്സ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് വാൾസിൽ പോയിട്ട് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ കം ബാക്ക് അല്ലെ. അപ്പൊ അത് മൂവ് ചെയ്യുന്നത് VX എന്ന് പറയുന്ന വെലോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും VX, VY, VZ എന്ന് പറയുന്നതാണ് കോർഡിനേറ്റ്സ്. ഇനി അത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അതായത് വാളിൽ കൊളൈഡ് ചെയ്യും അല്ലെ. ക്യൂബിന്റെ വാളിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ റിട്ടേൺ ബാക്ക്. അത് തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? -VX ആയിരിക്കും. ബാക്കി 2 കോർഡിനേറ്റ്സിന് മാറ്റം ഉണ്ടാവുമോ? ഇല്ല. കാരണം അത് VY ഉം VZ ആണ്, അതിന്റെ കോർഡിനേറ്റ്സിന് മാറ്റം വരുന്നില്ല. പക്ഷെ VX എന്തായിട്ട് മാറും? തിരിച്ചു വരുന്ന സമയത്ത് -VX ആയിട്ട് മാറും. അപ്പൊ അതാണ് കോർഡിനേറ്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ എങ്ങനെ കാണാം? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ -mvx ആണ്. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ആണ്. ഫൈനൽ മൊമെന്റത്തിന് എന്ത് ചെയ്യണം? മാസ് ഇൻറ്റു വെലോസിറ്റി കാണണം. മാസ് M ആണ്, വെലോസിറ്റി ഫൈനൽ മൊമെന്റത്തിന്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? -vx അല്ലേ. ദെൻ M ഇൻറ്റു -vx എന്ന് വരും. അതായത് -mvx മൈനസ് എന്ത് ചെയ്യണം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി mvx ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? -2mvx ആണ്. അപ്പൊ മൊമെന്റം ഇമ്പാർട്ടഡ് ടു വാൾ ഇൻ ദ കൊളീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2mvx ആണ്. കാരണം മനസ്സിലായല്ലോ. കാരണം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരൊറ്റ പാർട്ടിക്കിൾ അത് എക്സ് ഡയറക്ഷനിലാണെന്ന് എടുത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ VX മാത്രമായിട്ട് എടുത്തത്. അപ്പൊ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് വാളിൽ കൊളൈഡ് ചെയ്തതിനു ശേഷം ദാറ്റ് വിൽ കം ബാക്ക്. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് -VX എന്ന് പറയുന്നത്. കാരണം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മൊമെന്റം ഇമ്പാർട്ടഡ് ടു ദ വാൾ എന്ന് പറയുന്നത് എത്രയാണ്? 2mvx. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത മോളിക്യൂള് ΔT ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് നോക്കാം. അതായത് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി നമ്മൾ എക്സ് ഡയറക്ഷനിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ VX എന്ന് എടുക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഡിസ്റ്റൻസ് കാണാമല്ലോ. വെലോസിറ്റി ഇൻറ്റു ടൈമിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ മോളിക്യൂൾ ഇൻ ടൈം ΔT എന്ന് പറയുന്നത് VX ഇൻറ്റു ΔT ഈക്വൽ ആയിരിക്കും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോളിയം കവേർഡ് ബൈ ദ മോളിക്യൂൾ എത്രയായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ മതി അല്ലെ. അപ്പോൾ A ഇൻറ്റു VX ΔT എന്ന് കിട്ടും.
ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്മോൾ ലെറ്റർ n ആണ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. സോ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം ക്യാൻ ബി റിട്ടൺ ആസ് n into avx delta t എന്ന് എഴുതാലോ. ഇനി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഡെൻസിറ്റി ഓഫ് ദ മോളിക്യൂൾ ആണ്. ഇനി നമ്മൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര മോളിക്യൂൾസ് ആ ഡയറക്ഷൻ, അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവും? ഓൺലി ഹാഫ് ഓഫ് ദിസ് മോളിക്യൂൾസ് മൂവ് ഇൻ പ്ലസ് ഡയറക്ഷൻ അല്ലെ, ബാക്കി എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹാഫ് n into avx delta t എന്ന് എഴുതാം അല്ലെ. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഹാഫ് n into avx delta t ക്ക് ഈക്വൽ ആയിരിക്കും. Here number of molecules with velocity vx hitting the wall in time delta t എന്ന് പറയുന്നതാണ് എന്ത്? ഹാഫ് n avx delta t. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് വെലോസിറ്റി vx ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് ഹിറ്റിംഗ് ദ വാൾ ഇൻ ടൈം ഡെൽറ്റ ടി. ഡെൽറ്റ ടി ടൈമിൽ ഹിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എത്രയാണ്? ഹാഫ് n avx delta t ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മൊമെന്റം ട്രാൻസ്ഫർ ടു ദ വാൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് മൊമെന്റം ഇമ്പാർട്ടഡ് ടു ദ വാൾ ഇൻ കൊളീഷൻ എന്ന് പറയുന്നത് 2mvx ആണ്. അപ്പൊ ടോട്ടൽ മൊമെന്റം ട്രാൻസ്ഫേർഡ് എങ്ങനെ കാണാൻ പറ്റും? 2mvx into നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് ഹാഫ് n avx delta t എന്ന് എഴുതാം. അതിനെ അതിൽ ക്യാൻസൽ ചെയ്യുന്നത് 2 ക്യാൻസൽ ചെയ്ത് പോവും അല്ലെ. ഇനി ബാക്കി വരുന്നത് എന്താണ്? nm avx സ്ക്വയർ into delta t എന്ന് എഴുതാം. ഇനി ഫോഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ് അല്ലെ. സോ q by delta t ആണ്. ഇപ്പൊ ഫോഴ്സ് എന്തായിട്ട് മാറും? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എവിടെ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യും. സോ എൻ എം എ വി എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ആണ് കാണേണ്ടത്. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. സോ എൻ എം എ വി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ. വീണ്ടും ഏരിയ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ എൻ എം വി എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അതാണ് പ്രഷർ കിട്ടുന്നത്. ഇനി ഓൾ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് ഡു നോട്ട് ഹാവ് സെയിം വെലോസിറ്റി. ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് വി എക്സ് എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. പക്ഷെ നമ്മൾ ഒരൊറ്റ മോളിക്യൂളിന്റെ കേസ് എടുത്തപ്പോഴാണ് നമ്മൾ വി എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെന്ന് കൺസിഡർ ചെയ്തത്. പക്ഷെ മോളിക്യൂൾസ് എങ്ങനെയാണ്? എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എക്സ് എന്ന് മാത്രം എടുക്കാൻ പറ്റില്ല, അതിന്റെ ആവറേജ് വെലോസിറ്റി എടുക്കണം. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും? എൻ എം വി എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. വി എക്സ് ബാർ സ്ക്വയർ, അതായത് ആവറേജ് വാല്യൂ എടുക്കാം. വി എക്സ് സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ എന്തായിട്ട് മാറും? അതായത് വി എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 1/3 വി സ്ക്വയർ ആണ് അല്ലെ. സോ പി വിൽ ബി ഈക്വൽ ടു 1/3 എൻ എം വി സ്ക്വയർ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ pressure of an ideal gas. Okay, അപ്പോൾ ഇവിടെ P is equal to ഇക്വേഷൻ അറിഞ്ഞിരിക്കുക 1/3 nm v സ്ക്വയർ എന്നുള്ളതാണ്. ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? P is equal to 1/3 nm v സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Next question is, show that average kinetic energy of a molecule is proportional to absolute temperature of the gas. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ആവറേജ് കൈനറ്റിക് എനർജി അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹിയർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? P is equal to 1/3 nm v സ്ക്വയർ എന്നുള്ളതാണ്. അതിൽ സ്മോൾ ലെറ്റർ n is the number of molecules per unit volume ആണ്. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ n is equal to capital N by V ആണ്. അതിൽ നിന്ന് ക്യാപിറ്റൽ N എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു n into v ആണ് അല്ലെ. സോ ഇവിടുത്തെ സ്മോൾ ലെറ്റർ n ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ N ആക്കി മാറ്റാം. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും നോക്കി നോക്കൂ. അതായത് പി വി വിൽ ബി ഈക്വൽ ടു 1/3 into n ക്യാപിറ്റൽ, അതായത് സ്മോൾ എന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ N m v സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ ആണ്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പി വി is equal to ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2/3 into n half m v സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഈ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് അല്ലെ. അപ്പൊ അതില് n into half m v സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ആയിട്ട് എഴുതാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കി നോക്കൂ. പി വി is equal to 2/3 into n into half m v സ്ക്വയർ എന്ന് പറയാൻ കൈനറ്റിക് എനർജി E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ കേസിൽ പി വി is equal to n kBT എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പി വി is equal to n into kBT ആണ്. അത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇനി ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കൂ. അതായത് രണ്ടിന്റെയും LHS
പി വി എന്നുള്ളതാണ്. അപ്പൊ ആർ എച്ച് എസുകൾ ഈക്വൽ ആയിരിക്കുമല്ലോ. സോ 2/3 വിൽ ബി ഈക്വൽ ടു എൻ കെ ബി ടി എന്ന് എഴുതാം. അതിൽ നിന്ന് ഇക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 3/2 ഇൻറ്റു എൻ കെ ബി ടി എന്ന് എഴുതാം. ഇനി ഇവിടെ കാണേണ്ടത് എന്താണ്? കൈനറ്റിക് എനർജി, അതായത് ആവറേജ് കൈനറ്റിക് എനർജിയാണ്. സോ ഇ ബൈ എൻ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 3/2 ഇൻറ്റു കെ ബി ടി. അതായത് ആവറേജ് കൈനറ്റിക് എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. കാരണം അവിടെ 3/2 കെ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഇസ് ആവറേജ് കൈനറ്റിക് എനർജി ഇ ബൈ എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി, ടെമ്പറേച്ചർ എന്ന് പറയാം. സോ ഇതാണ് പ്രൂഫ്. ഇ ബൈ എൻ ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു കെ ബി ടി. ദാറ്റ് ഇസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഇസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. Next question is, obtain the expression for root mean square speed of a molecule of an ideal gas. അതായത് ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എങ്ങനെയാണ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് കാണുക? ഒരു മോളിക്യൂളിന്റെ റൂട്ട് മീൻ സ്ക്വയർ ഓർ RMS സ്പീഡ് എങ്ങനെയാണ് കാണുക? നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, വെലോസിറ്റിയുടെ കേസ് കണ്ടിട്ടുള്ളതാണ്. ഇത് ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എന്ത് വ്യത്യാസമാണ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതായത് 3/2 കെ ബി ടിക്ക് ഈക്വൽ ആണെന്ന് കണ്ടിരുന്നു. ഇ ബൈ എൻ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി ആണ്. അപ്പൊ ആ ഇക്വേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇ ബൈ എൻ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി ആണ്. കാരണം ഇവിടെ ഇ എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയാണ് അല്ലെ. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ആവറേജ് ആവുന്ന സമയത്ത് അതിനെ എങ്ങനെ എഴുതാം? ഹാഫ് എം വി ഡാഷ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അവിടെ നമുക്ക് മീൻ വാല്യൂ എടുക്കാം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3/2 കെ ബി ടി. ഇനി നമുക്ക് ഇവിടെ വി ഡാഷ് സ്ക്വയർ കാണാമല്ലോ. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? 3 കെ ബി ടി ബൈ എം എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ മീനും അതുപോലെ തന്നെ സ്ക്വയറും കണ്ടിട്ടുണ്ട് അല്ലെ. മീൻ സ്ക്വയർ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആവില്ലേ. സോ VRMS എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ റൂട്ട് എടുക്കാം. സോ റൂട്ട് ഓഫ് 3 കെ ബി ടി ബൈ എം ആണ്. ഓക്കെ, സോ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ മോളിക്യൂൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? VRMS ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 കെ ബി ടി ബൈ എം ആണ്. ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, റൂട്ട് ഓഫ് 3 കെ ബി ടി ബൈ എം എന്നുള്ളതാണ്. Next question is, estimate the average thermal energy of helium at a temperature of 27 degrees Celsius. Here Boltzmann constant is given as 1.38 into 10⁻23 joule Kelvin. അപ്പൊ ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളത്? ആവറേജ് തെർമൽ എനർജി ആണ്. ആവറേജ് തെർമൽ എനർജി ഓർ ആവറേജ് കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 3/2 കെ ബി ടി ആണ്. അപ്പൊ ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അതായത് ആവറേജ് കൈനറ്റിക് എനർജി ബൈ എൻ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി എന്നുള്ളത്. ജസ്റ്റ് ആ ഇക്വേഷൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി ടെമ്പറേച്ചർ എത്ര തന്നിട്ടുള്ളത്? 27 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. അതിനൊന്ന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 27 പ്ലസ് 273, അതായത് 300 കെൽവിൻ ആണ്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. കെ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. 1.38 ഇൻറ്റു 10⁻23 ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആവറേജ് തെർമൽ എനർജി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 1.38 ഇൻറ്റു 10⁻23 ഇൻറ്റു 300 എന്ന് വരും അല്ലെ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കൂ, എത്ര കിട്ടും? 6.21 ഇൻറ്റു 10⁻21 എന്നുള്ളതാണ് ആൻസർ. ദാറ്റ് മച്ച് ജൂൾ ആണ് എനർജി ആയതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡിഫൈൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് ആ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും അതുപോലെ തന്നെ കോൺഫിഗറേഷനും സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കോർഡിനേറ്റ്സ് ആവശ്യമാണ്? അപ്പൊ നമ്മൾ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ് അങ്ങനെ എടുക്കാറുണ്ട് അല്ലെ. അപ്പോൾ എത്ര കോർഡിനേറ്റ്സ് ആവശ്യമാണെന്നുള്ളതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ദ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ക്ലിയർലി ദ പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ, ചിലപ്പോൾ അതായത് 1 ഡയമെൻഷണൽ മോഷനിലുള്ള ഒരു പാർട്ടിക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം? ഒരെണ്ണം, എക്സ് ആക്സിസ് മാത്രം മതി അല്ലെ. ഇനി 2 ഡിഗ്രീസ് ഓഫ്, അതായത് ഇപ്പൊ 2 ഡയമെൻഷണൽ മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. അതേപോലെ ഇപ്പൊ സ്പേസിലുള്ളത് 3 ഡയമെൻഷനിലുള്ള ഒരു പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ. അത്രയും ഓർത്തിരുന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ഇൻ വിച്ച് എ സിസ്റ്റം ക്യാൻ പൊസസ് എനർജി ഈസ് കോൾഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചിരിക്കുക. ഇനി അപ്പോ എക്സാമ്പിൾസ് എങ്ങനെയാണ്? 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ,
അതേപോലെ 2 degrees of freedom for motion in a plane, 3 degrees of freedom for motion in space. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, കാരണം നമ്മൾ 1 dimension 2 dimension 3 dimension മോഷൻസ് ഒക്കെ പഠിച്ച സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. 1 dimension ആകുമ്പോൾ നമുക്ക് ഒരു ആക്സിസ് കൊണ്ട് തന്നെ നമുക്ക് അത് ആ പാർട്ടിക്കിളിനെ അതായത് മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിഫൈ അതായത് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുന്നത്. എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആണ് നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ആ ഒരു പാർട്ടിക്കിളിനെ എന്നുള്ളതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി സ്റ്റേറ്റ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എന്താണ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? And each degree of freedom will be energy equal to half kBT. System consider at absolute temperature. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റുക? അതായത് ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ടോട്ടൽ എനർജി അവിടെ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണോ ഉള്ളത് ആ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലായിരിക്കും ആ ഒരു കേസിൽ ഉണ്ടാവുന്ന ടോട്ടൽ എനർജിയെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓരോ എനർജിയുടെയും കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? ഹാഫ് kBT ആയിരിക്കും. സോ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ദാറ്റ് ഇൻ ഇക്വിലിബ്രിയം ദ ടോട്ടൽ energy is equally distributed in all possible energy modes. അതായത് പോസിബിൾ എനർജി മോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. with each mode having an average energy equal to 1/2 kBT. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡെറിവേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക. അതായത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ഇക്വിലിബ്രിയത്തിലാവുന്ന കേസിൽ ടോട്ടൽ എനർജി ഇസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓൾ പോസിബിൾ എനർജി മോഡ്സ്. അതായത് ഓൾ പോസിബിൾ എനർജി മോഡ്സ് അല്ലെങ്കിൽ എന്താ എഴുതാം? ഇൻ ഓൾ ഡിഗ്രീസ് ഇൻ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, വിത്ത് ഈച്ച് മോഡ് ഹാവിംഗ് an average energy equal to 1/2 kBT. So hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.